എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നോക്കാം. കിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഓപ്ഷൻ എ മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ്. ഓപ്ഷൻ എ അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഖാരിഫ്. ഓപ്ഷൻ ഡി ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി. ഓപ്ഷൻ എ ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ് ഓർ റെഡ് സോയിൽ. ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് ഓർ റെഡ് സോയിൽ. ഇലക്ട്രിക് കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഓപ്ഷൻ ബി മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രസൈറ്റ്. ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. ഓപ്ഷൻ സി തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. ഓപ്ഷൻ എ മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. ഓപ്ഷൻ എ 1937. താഴെ പറയുന്നതിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നതിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. താഴെ പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. രാധാകൃഷ്ണ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനും. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ എ 1ഉം 3ഉം ശരി. 1ഉം 3ഉം ശരി. തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. ഓപ്ഷൻ ഡി ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ട്രാൻകിബാർ. ഓപ്ഷൻ ഡി ട്രാൻകിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്. കുറിച്യ കലാപം 1810.
കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. ഓപ്ഷൻ എ 41. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാട്. ഓപ്ഷൻ ഡി വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഓപ്ഷൻ ബി പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. ഓപ്ഷൻ എ പറമ്പിക്കുളം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ബടാനന്ദൻ. ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? 20. ഓപ്ഷൻ എ 20. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. ഓപ്ഷൻ എ 5. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. ഓപ്ഷൻ സി 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ടി കെ മാധവൻ. ഓപ്ഷൻ എ ടി കെ മാധവൻ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? വി ടി ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ജനസംഖ്യാനുപാത സംവരണം. ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. ഓപ്ഷൻ ബി അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? ആലപ്പുഴ. ഓപ്ഷൻ എ ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? വാൾട്ടർ ജി റോസൻ. ഓപ്ഷൻ സി. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? പ്ലാസെന്റ. ഓപ്ഷൻ എ പ്ലാസെന്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻ കൈമ. ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. വില്ലസുകൾ. ഓപ്ഷൻ ബി വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കാധമനി. ഓപ്ഷൻ സി വൃക്കാധമനി.
നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മോനീറ. ഓപ്ഷൻ സി മോനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഗ്ലൈക്കോസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെയാണ് ശരി. ഓപ്ഷൻ ഡി. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണ്. ഓപ്ഷൻ ബി കണ്ണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യോർജമാണ്. ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏത്? സമ്പുഷ്ട യുറേനിയം. ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. ഓപ്ഷൻ ഡി 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് വേഗം. ഓപ്ഷൻ സി വേഗം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ഓപ്ഷൻ ബി ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ന്യൂട്രോണിനെ കണ്ടെത്തി. ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി. റബ്ബറിന്റെ മൊണോമർ ഐസോപ്രീൻ. ഓപ്ഷൻ ബി ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്. ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ. ഓപ്ഷൻ സി. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയർനാണ്? ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? അലുമിനിയം. ഓപ്ഷൻ ഡി അലുമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓപ്ഷൻ എ. താങ്ക് യു.